സർദാർ വല്ലഭായ് പട്ടേൽ സ്മാരക മന്ദിരത്തിന് മുന്നിലെ ഈ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് നാളെ AICCയുടെ പ്രവർത്തക സമിതി യോഗം നടക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ പ്രവർത്തക സമിതി അംഗങ്ങൾക്ക് ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാക്കൾ, അതിൻ്റെ കൂടെ തന്നെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുൻ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്കാണ് നാളെ ഇവിടേക്ക് ഈ യോഗത്തിൽ പങ്കെടുക്കാനുള്ള ക്ഷണമുള്ളത്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഉയർത്തെഴുന്നേൽപ്പിനായി താഴെത്തട്ടിൽ നന്നായി ശ്രദ്ധിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾക്ക് കൂടുതൽ അധികാരം നൽകാനാണ് ആലോചന. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം നാളെ അഹമ്മദാബാദിൽ ചേരുന്ന വിശാല പ്രവർത്തക സമിതി യോഗത്തിലുണ്ടാകും. ഈ വർഷം മുഴുവൻ സമയമെടുത്ത് കോൺഗ്രസ് സംഘടനാ സംവിധാനം കരുത്തുറ്റതാക്കാനാണ് ദേശീയ നേതൃത്വത്തിന്റെ ശ്രമം. This is a direct interaction with the DCC president by the High Command. Now we are going to set up a system in the party, the system of regular communication with the DCC presidents. നാളത്തെ വിശാല പ്രവർത്തക സമിതി യോഗത്തിൽ 169 പേർ പങ്കെടുക്കും. ഏപ്രിൽ 9 ചേരുന്ന സമ്മേളനത്തിൽ 1200ഓളം നേതാക്കൾക്കാണ് ക്ഷണം. Around 1725 elected AICC members and co-opted members will attend. The word focusing grassroots level organization structure is the main idea behind these meetings. സമ്മേളനത്തിന് പിന്നാലെ DCCകളുടെ പുനഃസംഘടന ഗുജറാത്തിൽ നിന്ന് തന്നെ ആരംഭിക്കും. കോൺഗ്രസിനെ കരുത്തുറ്റതാക്കി മുന്നോട്ട് പോകുന്നതിന്റെ തുടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മണ്ണിൽ നിന്നാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം. അതുകൊണ്ട് തന്നെ നാളെയും മറ്റന്നാളും ഈ സമ്മേളന നഗരിയിൽ നിന്ന് ഊർജ്ജസ്വലമായ കുറേയേറെ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാം. അഹമ്മദാബാദിൽ നിന്ന് വൈശാഖ് ജയപാലിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.